എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ലോവർ തേർഡ് ഒരു ആനിമേഷനാണ്. ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ടെലിഗ്രാമിൻ്റെയാണ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ ഷേപ്സ് എന്ന ഓപ്ഷനിൽ ഒരു സ്ക്വയർ തിരഞ്ഞെടുക്കുക. ആ സ്ക്വയറിനെ എഡിറ്റ് ചെയ്ത് നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പ് ആക്കുക. ഈ റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റും ലെങ്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഇതിന് നമുക്കിഷ്ടമുള്ള ഒരു കളർ തിരഞ്ഞെടുക്കുക. ഓക്കെ, കളർ തിരഞ്ഞെടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പാരൻ്റ് ആക്കിയ ശേഷം നമുക്കിതിനെ നല്ല ക്വാളിറ്റിയിൽ തന്നെ സേവ് ചെയ്യാം. ഇത് സേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് PNG ഫോമിൽ തന്നെ സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആ ഇമേജ് സേവ് ചെയ്ത ശേഷം അതേ ഇമേജ് തന്നെ നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുക. ടെലിഗ്രാമിൻ്റെ നീല കളർ തിരഞ്ഞെടുത്ത് അതിനെ ഒന്നുകൂടെ രണ്ടാമത്തെ ഒരു ഇമേജായിട്ട് അതിനെയും PNG ഫോമിൽ തന്നെ സേവ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത ശേഷം മീഡിയ സെക്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ലെയർ, ബ്ലാക്ക് ലെയറോ ഏത് കളർ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്ത് നമുക്ക് ആവശ്യമുള്ള ടൈം ഒരു 5 സെക്കൻഡോ 6 സെക്കൻഡോ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ലെയേഴ്സ് ഓപ്ഷനിൽ നിന്നും നമ്മൾ നേരത്തെ സേവ് ചെയ്ത ആ രണ്ട് ഇമേജും ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. ദെൻ നമുക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ആ ഇമേജിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ഇൻ ആനിമേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അതിന് വൈപ്പ് റൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഓക്കെ, വൈപ്പ് റൈറ്റ് അത് നമുക്ക് 1 സെക്കൻഡിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഔട്ട് ആനിമേഷൻ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് വൈപ്പ് ലെഫ്റ്റ്. നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് തന്നെ അതുണ്ട്. ഓക്കെ, വൈപ്പ് ലെഫ്റ്റ് അതും 1 സെക്കൻഡ് തന്നെ തിരഞ്ഞെടുക്കുക. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത് സേവ് ചെയ്ത ഇമേജ് അതിവിടെ ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇമേജിൻ്റെ സൈസ് തന്നെ ഇതിനും കൊടുക്കുക. ഇതിനും നേരത്തെ ചെയ്ത പോലെ ഇൻ ആനിമേഷനും ഔട്ട് ആനിമേഷനും കൊടുക്കണം. ഓക്കെ, സോ നമ്മൾ ഇൻ ആനിമേഷനിൽ വൈപ്പ് റൈറ്റ് തന്നെ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ അതിൻ്റെ ടൈമിനൊരു വ്യത്യാസമുണ്ട്. നമ്മൾ 1 സെക്കൻഡ് അല്ല 1.3 എന്ന സെക്കൻഡിൽ നമ്മളിത് സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഔട്ട് ആനിമേഷനും അതുപോലെ തന്നെ വൈപ്പ് ലെഫ്റ്റ് എടുത്ത ശേഷം അതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക. 1.3 എന്ന ടൈം തിരഞ്ഞെടുക്കുക. നമ്മുടെ ഈ ആനിമേഷൻ കറക്റ്റായിട്ട് വർക്ക് ആവണമെങ്കിൽ നമ്മൾ ഈ ടൈം ഡിഫറൻസ് നല്ല രീതിയിൽ കൊടുക്കണം. ഓക്കെ, സോ ഞാനിവിടെ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ആ ടൈം ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1.4 അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ലെയേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്ന് ഹാൻഡ് റൈറ്റിംഗ് തിരഞ്ഞെടുക്കുക. നമുക്ക് ഒരു ബോക്സാണ് വരയ്ക്കേണ്ടത്. ലൈനിൻ്റെ ബോക്സാണ്. ഓക്കെ, കളർ ഫില്ല് ചെയ്യാത്ത ലൈൻ മാത്രമുള്ള ഒരു ബോക്സാണ് അത്. നമ്മൾ നേരത്തെ തിരഞ്ഞെടുത്ത നീല ബോക്സിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കറക്റ്റ് ആ മെഷർമെൻറ്റ് അളവ് വ്യത്യാസം വരാത്ത രീതിക്ക് തന്നെ വരയ്ക്കുക. ഓക്കെ, ദെൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ബോക്സ് നിറഞ്ഞു നിൽക്കത്തക്ക രീതിയിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇൻ ആനിമേഷനും ഔട്ട് ആനിമേഷനും സെറ്റ് ചെയ്യണം. ഓക്കെ, ഡ്രോ ബൈ സ്ട്രോക്ക് ഇൻ ആനിമേഷനായിട്ടും ഇറേസ് ബൈ സ്ട്രോക്ക് ഔട്ട് ആനിമേഷനായിട്ടും സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളിപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. കാരണം നമുക്ക് ആനിമേഷൻ വന്നിട്ട് നമ്മുടെ കളർ ബോക്സുകൾ വന്ന ശേഷമേ ഈ ലൈന് ഫോം ആവാൻ പാടുള്ളൂ. സോ നമ്മൾ ആ ഹാൻഡ് റൈറ്റിംഗ് ലെയറിനെ കുറച്ച് മുന്നോട്ടും ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുന്നിലോട്ടും ബാക്കിൽ നിന്ന് കുറച്ച് പിന്നിലോട്ടും മൂവ് ചെയ്യുകയാണ്. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ദെൻ ഇവിടെ ഇൻ ആനിമേഷൻ ടൈം ഡിഫറൻസ് കൂടെ വരുത്തുക. 1.4 അല്ലെങ്കിൽ 1.3 എന്ന ടൈമിലോട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം ലെയറായിട്ട് നമ്മുടെ ടെലിഗ്രാമിൻ്റെ PNG ഫോമിലുള്ള ലോഗോ തിരഞ്ഞെടുക്കുക. അതിനെ നമ്മുടെ കളർ ബോക്സിൻ്റെ അളവിന് സ്യൂട്ടബിളായിട്ടുള്ള രീതിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സൈഡ് നമ്മുടെ കളർ ബോക്സിൻ്റെ റൈറ്റ് സൈഡ് തന്നെ സെറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ഇൻ ആനിമേഷനും ഔട്ട് ആനിമേഷനും സെറ്റ് ചെയ്യുക. ഇൻ ആനിമേഷൻ സ്കെയിൽ അപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് തിരഞ്ഞെടുക്കുക. ദെൻ ഔട്ട് ആനിമേഷൻ സ്കെയിൽ ഡൗൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും തിരഞ്ഞെടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലെയർ ഓപ്ഷനിൽ നിന്നും ഹാൻഡ് റൈറ്റിംഗ് തന്നെ തിരഞ്ഞെടുക്കുക. ഓക്കെ, നമുക്ക് നേരത്തെ ബോക്സിന് ചെയ്ത പോലെ തന്നെ ബോക്സിനൊരു സ്ട്രോക്ക് വരച്ചതുപോലെ തന്നെ നമ്മുടെ ഈ ലോഗോയ്ക്കും ഒരു സർക്കിൾ സ്ട്രോക്ക് നമുക്ക് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ അവിടെ ഓപ്ഷനിൽ നിന്ന് സർക്കിളും തിരഞ്ഞെടുത്തു. ദെൻ ഇവിടെ അതിനെ വരയ്ക്കുകയാണ്. ഓക്കെ, നമ്മുടെ ലോഗോയ്ക്ക് ചുറ്റും ഒരു സ്ട്രോക്ക് വരയ്ക്കുകയാണ്. ഈ സ്ട്രോക്ക് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലോഗോ ഫില്ലായി നിൽക്കത്തക്ക രീതിയിൽ തന്നെ അത് വരയ്ക്കുക.
നമ്മളിതിൻ്റെ ഇൻ ആനിമേഷനും ഔട്ട് ആനിമേഷനും സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇൻ ആനിമേഷനായിട്ട് ഡ്രോ ബൈ സ്ട്രോക്കും ഔട്ട് ആനിമേഷനായിട്ട് എറേസ് ബൈ സ്ട്രോക്കും തിരഞ്ഞെടുക്കുക. അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ സ്ട്രോക്കുകൾ ഏത് സമയത്ത് രൂപപ്പെടണം, ഏത് സമയത്ത് ഫിനിഷ് ആകണം എന്നുള്ളതാണ്. ഓക്കെ, ഈ കളർ ബോക്സുകൾ തുടങ്ങിയ ശേഷം മാത്രമേ ഇത് രൂപപ്പെടാൻ പാടുള്ളൂ. സോ നമ്മൾ ആ രീതിക്ക് ഇത് കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്ത് കളർ ബോക്സ് വന്ന ശേഷം മാത്രമേ നമ്മുടെ സ്ട്രോക്കുകൾ രൂപപ്പെടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അത് തീരുന്നത് അങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഈ കളർ ബോക്സിന് മുമ്പ് തന്നെ ആ സ്ട്രോക്ക് ലെയർ ഫിനിഷായി തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. പോർഷനിൽ നമ്മൾ ചെയ്യുന്നത് സർക്കിൾ സ്ട്രോക്ക് തുടങ്ങി വരുന്ന വഴിക്ക് നമ്മുടെ റെക്റ്റാങ്കിൾ സ്ട്രോക്ക് തുടങ്ങണം. ആ രീതിക്കാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സർക്കിൾ സ്ട്രോക്കിൻ്റെ ലെയർ കഴിഞ്ഞ ശേഷം നമ്മൾ റെക്റ്റാങ്കിൾ സ്ട്രോക്കിന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ രീതിക്കാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന രീതി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവസാനമായിട്ട് നമുക്ക് ടെക്സ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ എൽജോ എഡിറ്റ്സ് എന്നാണ് തിരഞ്ഞെടുക്കുന്നത്. ദെൻ ആവശ്യമായിട്ടുള്ളൊരു ഫോണ്ട്, ഞാനിവിടെ ബോൾഡായിട്ടുള്ളൊരു ഫോണ്ട് തന്നെ തിരഞ്ഞെടുത്തു. ഓക്കെ, ദെൻ അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇൻ ആനിമേഷനും ഔട്ട് ആനിമേഷനും സെറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം തിരഞ്ഞെടുത്തൊരു ഓപ്ഷൻ തന്നെയാണ് വൈപ്പ് ഓപ്ഷൻ തന്നെ. ഓക്കെ, ഇൻ ആനിമേഷൻ വൈപ്പ് റൈറ്റും ഔട്ട് ആനിമേഷൻ വൈപ്പ് ലെഫ്റ്റും തന്നെയാണ് ഞാൻ ഇവിടെയും തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. നമ്മുടെ ടെക്സ്റ്റ് ലെയറിൻ്റെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും ഒരു ചെറിയ പോർഷൻ കട്ട് ചെയ്ത് കളയുക. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കളർ ബോക്സുകൾ രൂപപ്പെട്ട ശേഷം അതിൻ്റെ പിന്നാലെ ആയിരിക്കണം നമ്മുടെ ടെക്സ്റ്റ് ലെയർ വരേണ്ടത്. അതുപോലെ തന്നെ ബോക്സുകൾ ഫിനിഷായി വരുന്നതിനോടൊപ്പമായിരിക്കണം ടെക്സ്റ്റ് ലെയറും ഫിനിഷ് ആകേണ്ടത്. ആ രീതിക്ക് തന്നെ അറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നത് നമ്മുടെ ടെക്സ്റ്റ് ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം അതിൻ്റെ കളർ ചേഞ്ച് വരുത്തുക. കളർ ഓപ്ഷനിൽ നിന്നും അതിനെ ചെറിയ ഗ്രേയിലോട്ട് മാറ്റിയാൽ മതി. ഓക്കെ, നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റ് ലെയറിന് കുറച്ച് എഫക്റ്റ് കിട്ടാനായിട്ട് മാത്രമാണ്. സോ ഇതിൻ്റെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. നമ്മുടെ വൈറ്റ് ടെക്സ്റ്റ് ലെയർ വന്ന ശേഷം അതിൻ്റെ പിന്നാലെ ആയിരിക്കണം നമ്മുടെ ഗ്രേ ലെയർ വരേണ്ടത്. ഓക്കെ, സോ ആ രീതിക്കായിരിക്കണം ടൈം ഡിഫറൻസ് ചെയ്യേണ്ടത്. ഞാനിവിടെ 1.5 seconds ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും വൈറ്റ് ലെയറിൻ്റെ പിന്നാലെ ആയിരിക്കണം നമ്മുടെ ഗ്രേ ലെയർ ഫോമായി വരേണ്ടത്. സോ ദെൻ നമുക്ക് ഗ്രേ ടെക്സ്റ്റ് ലെയറിൻ്റെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും കുറച്ച് പോർഷൻസ് ട്രിം ചെയ്ത് കളയുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിംഗ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നതും. ഫൈനൽ സ്റ്റെപ്പ് എന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ആദ്യം തിരഞ്ഞെടുത്ത ബ്ലാക്കിന് പകരം അതിനെ ഗ്രീൻ ആക്കുക. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലോട്ട് തേർഡിൽ ഓവറായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.